നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാം എന്ന് നോക്കാം. ഇവിടെ 3 കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് കറൻറ്റ് എനർജി, രണ്ടാമത്തത് നിങ്ങൾ അറിയേണ്ട കാര്യവും, മൂന്നാമത്തത് ആ എനർജിയിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആദ്യത്തത് 8 ഓഫ് വാണ്ട്, ഏസ് ഓഫ് വാണ്ട്, പേജ് ഓഫ് വാണ്ട്. ഈ 3 കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 3 കാർഡിലും കോമൺ ആയിട്ട് വാണ്ട് എനർജിയാണ് കാണുന്നത്. അതായത് ഫയർ എലിമെൻ്റ് ആണ്. ഇത് നിങ്ങളുടെ പാഷനെയും ക്രിയേറ്റിവിറ്റിയെയും പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടെത്തുവാനുള്ള ആ ഉത്സാഹത്തെയും നിങ്ങളുടെ എനർജിയെയും സൂചിപ്പിക്കുന്ന കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ പവർ ഉയർത്തേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 8 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറൻറ്റ് എനർജി, നിങ്ങൾക്ക് വേഗതയോടെയുള്ള ചലനവും പ്രവർത്തനവും വേണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു വിദേശവാസമോ അല്ലെങ്കിൽ പ്രവാസമോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനുള്ള ഒരു സമയം ഇപ്പോൾ ആയി നിങ്ങൾക്ക് എന്ന് കാണുന്നു. നിങ്ങളുടെ ഉയർന്ന എനർജിയോട് കൂടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. ആ എനർജിയിൽ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് വാണ്ട് എന്ന കാര്യമാണ് കാണുന്നത്. നിങ്ങൾ പുതിയ ജോലി തേടുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യാപാര അവസരങ്ങളോ അതിനുള്ള അവസരങ്ങൾ തേടുന്ന വ്യക്തിയാണ് എങ്കിൽ അതിനുള്ള ഉത്സാഹത്തോടെയും കൃത്യമായ കമ്മ്യൂണിക്കേഷനിൽ കൂടിയും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് പറയുന്നത്. ഇവിടെ പേജ് ഓഫ് വാണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ള വ്യക്തിയാണ് എന്നും കൃത്യമായ ആശയവിനിമയം വേണമെന്നും ആവേശഭരിതനായ ഒരു വ്യക്തിയാണ് എന്നും ഉയർന്ന ഊർജത്തോടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ് പറയുന്നത്. ആ പ്രവർത്തനം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കും എന്ന് കാണുന്നു. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.